ലൈഫിലിങ്ങനെ ഈ തളർന്നു പോകുന്ന മൊമെന്റിൽ, അതായത് ഈ പ്രാർത്ഥനയിൽ നിന്ന് തളർന്നു പോകുന്ന മൊമെന്റിൽ ചിലപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ ലൈഫിൽ ഈ പ്രാർത്ഥനയിൽ നിന്ന് തളർന്നു പോകുന്ന ഒരു സമയത്ത് അവരെന്താ ചെയ്യേണ്ടത്? അഡ്വാൻസ് എന്താ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു പ്രയർ ഇങ്ങനെ ബ്ലോക്ക് ആയി നിൽക്കുന്ന സമയത്ത്? ബ്ലോക്ക് ആയി നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, ഞാൻ ഈശോയോട് പറയും, ഈശോയെ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, പക്ഷെ എന്നെ കൊണ്ട് ഇപ്പം പറ്റുന്നില്ല ഈശോയെ, ഈശോയുടെ അടുത്തോട്ട് വരാൻ എനിക്ക് പറ്റുന്നില്ല, ഒന്ന് ബ്ലോക്ക് മാറ്റി തന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ പോയി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല, പിന്നെ പരമാവധി എത്രയും പെട്ടെന്ന് ഞാൻ കുമ്പസാരിക്കാൻ ശ്രമിക്കും. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഒരു വൈദികന്റെ കയ്യൊപ്പ് എത്രയും പെട്ടെന്ന് തന്നെ മേടിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഈശോയെ എനിക്ക് വിട്ട് തരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല കർത്താവ്. ഞാൻ എത്ര തവണ കർത്താവിന്റെ മുഖത്ത് നോക്കി ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാം, ഈശോ എനിക്കിത് നിന്നെ പ്രതി വിട്ട് തരണം എന്നുണ്ട് എനിക്ക്, പക്ഷെ പറ്റുന്നില്ല കർത്താവ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് ഈ അഗസ്തീനോസ് പുണ്യാളൻ പറയുന്ന ഒരു കാര്യമുണ്ടായി. നമ്മളെ സൃഷ്ടിച്ച, അതായത് നമ്മളെ സൃഷ്ടിക്കാൻ വേണ്ടി കർത്താവ് നമ്മുടെ അനുവാദം വേണ്ടായിരുന്നു, പക്ഷേ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക്, അതായത് നമ്മുടെ അനുവാദം വേണമെന്ന്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല്, ഈശോ നമ്മളെ സൃഷ്ടിച്ചപ്പം ഈശോ നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ വെച്ചു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ജീവനും മരണവും നന്മയും തിന്മയും നിന്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളുക. അപ്പം അത് നമ്മളാ ചൂസ് ചെയ്യുന്നത്, അത് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഈശോ തന്നിട്ടുണ്ട്. നമ്മുടെ ക്ലോസ് എൻകൗണ്ടറിന്റെ പുതിയ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ പഴയ എപ്പിസോഡൊക്കെ നമ്മൾ ചെയ്ത സമയത്തൊക്കെ നമ്മളോട് ഇങ്ങനെ പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അൽഫോൻസാനെ ഒരു ദിവസം ഇന്റർവ്യൂ ചെയ്യാവോ എന്നിങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ ചോദിച്ചായിരുന്നു. ആഷ്ലിയുടെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴും ഒക്കെയാണ് ചോദിച്ചായിരുന്നു. അപ്പൊ അൽഫോൻസ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുവാണ്. ഈ ഒരു അൽഫോൻസയുടെ ഈശോയെ കുറിച്ച് കേൾക്കാനൊക്കെ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ എല്ലാവരോടും ആയിട്ട് പറയുവാണ്, ഇതിന് മുമ്പത്തെ ഉള്ള എപ്പിസോഡുകളൊക്കെ നമ്മൾ കാണണം. ആഷ്ലിയുടെയും അമലയുടെയും സ്നേഹയുടെ ഒക്കെ എപ്പിസോഡ് ക്ലോസ് എൻകൗണ്ടറിൽ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്, നിങ്ങൾ കാണണം. സോ ഇന്ന് നമ്മളോട് ഇരിക്കുന്ന അൽഫോൻസയാണ്. അൽഫോൻസയെ നമ്മൾ നന്മമരത്തിലെ ഒരു കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അൽഫോൻസയുടെ ഉള്ളിലുള്ള ഈശോയെ കുറിച്ച് അൽഫോൻസ ഓരോ മീറ്റിംഗിൽ പറയുമെന്നുള്ളത് നമ്മൾ കേൾക്കാറുണ്ട്. അൽഫോൻസയുടെ ഉള്ളിലുള്ള ഈശോയെ ഒന്നുകൂടെ നമ്മൾ ഇന്ന് അടുത്തറിയാൻ പോവാം. അൽഫോൻസ ഞാനിങ്ങനെ ഈ മീറ്റിങ്ങിലൊക്കെ കാണുമ്പോഴേ അൽഫോൻസ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അൽഫോൻസ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന കാണാറുണ്ട്. മീറ്റിങ്ങിൽ ഇങ്ങനെ ഒരാൾ ഈശോയെ കുറിച്ച് പറയുമ്പോൾ അൽഫോൻസ ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിച്ച് ചിരിക്കുന്നു. ഭയങ്കര ആനന്ദമാണ്. ഒരാൾ ഈശോയെ കുറിച്ച് പറഞ്ഞു കേൾക്കാൻ ആനന്ദമാണ്, ഒരാൾ ഈശോ സ്നേഹിക്കുന്നത് കാണാൻ ആനന്ദമാണ്. ആ ഒരു നമ്മളിപ്പോ ഞാൻ ഈശോ സ്നേഹിക്കുന്നത് പറഞ്ഞ് ഞാൻ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഫോൻസാന്റെ മുഖത്ത് അതിന്റെ ഒരു ആ വെളിച്ചം എന്റെ ആ വെളിച്ചം അൽഫോൻസ് മുഖത്ത് കിട്ടും. അതെങ്ങനെയാണ് നമുക്ക് അങ്ങനെ ആ ഒരു മുഖത്ത് ആ ഒരു ആനന്ദം എങ്ങനെയാണ് വരുന്നത്? ഈ ഒരാൾ ഈശോയുടെ സ്നേഹത്തെ കാണുമ്പോൾ അൽഫോൻസയ്ക്ക് എങ്ങനെ ആനന്ദിക്കാൻ പറ്റുന്നത്? ഈശോയുള്ള സ്നേഹം എന്ന് വെച്ചാൽ ഈശോ എന്ന് പറയുന്നത് തന്നെയാ നമ്മുടെ ഈശോ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈശോ, അതായത് ഈശോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈശോയെ കുറിച്ച് ഇങ്ങനെ പറയുവാണെങ്കിൽ, അതായത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ കുറിച്ച് മറ്റൊരാൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദം. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ ആശിയേട്ടന്റെ മോളെ കുറിച്ച് ഒരാള് ഇങ്ങനെ പറയുക, കാരണം അത് ആശിയേട്ടന്റെ മോളാണ്, മനസ്സിലായോ? ആശിയേട്ടന്റെ മോളെ കുറിച്ച് പറയുമ്പോൾ ആശിയേട്ടന് ഉണ്ടാകുന്ന ഒരു ആനന്ദണ്ടേ, ഒരു എല്ലാരും ഇങ്ങനെ ഭയങ്കര സംഭവത്തോടെ പറയുമ്പോൾ അല്ലേ. അപ്പം എന്റെ ഈശോയെ കുറിച്ച്, അതായത് എനിക്കത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലല്ലോ. നമ്മൾ സ്നേഹിക്കുന്ന, അതായത് നമ്മുടെ ഈശോ എന്റെ ഈശോയാ. അപ്പൊ എന്റെ ഈശോയെ കുറിച്ച് മറ്റൊരാൾ ഇങ്ങനെ ഈശോയെ കുറിച്ച്, ഈശോയുടെ ആ സ്നേഹം അറിഞ്ഞു, ഈശോയുടെ സ്നേഹം അനുഭവിച്ചു എന്ന് പറയുമ്പം, ആ ഒരു ആനന്ദം, അത് തന്നെ ഞാൻ അറിഞ്ഞോണ്ടായിരിക്കരുത്, പക്ഷെ തന്നെ അത് ഉള്ളിൽ നിന്ന് അത് എക്സ്പ്രസ് ആവുക ചെയ്യുന്നത്. ഒരാൾ ആശയത്തിന്റെ ഈശോയെ മോളെ കുറിച്ച് ഇപ്പൊ ഒരാൾ ഈശോയെ സ്നേഹിക്കുന്നില്ല എന്ന് കാണുവാണെങ്കിലോ? വേദന വന്നു, അതുപോലെ തന്നെ ഉള്ളിൽ വേദന വന്നു. പക്ഷെ അവിടെ ആ ആത്മാവിന് വേണ്ടിയിട്ട്, അതായത് ഈശോയുടെ സ്നേഹം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നാ, ആ സ്നേഹം നമ്മളിങ്ങനെ കൊടുക്കാനായിട്ട് പരിശ്രമിക്കണം. അപ്പൊ ഈശോയെ ഒരാൾ സ്നേഹിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഉള്ളിൽ വേദന വന്നു, പക്ഷെ പുറത്തോട്ട് പ്രകടിപ്പിക്കില്ല. പക്ഷെ അന്നേരം ആ സമയത്ത് ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോയെ ആ മനുഷ്യനെ തുറന്ന്, ഈശോയുടെ സ്നേഹം ഉള്ളിൽ അറിയിക്കണേന്ന് ഇങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ആ ഒരു ആത്മാവിന് വേണ്ടി. അൽഫോൻസ എങ്ങനെ പറയുന്ന സമയങ്ങളിൽ അൽഫോൻസ എങ്ങനെ പറഞ്ഞു അൽഫോൻസയുടെ ഈശോ എന്ന് പറഞ്ഞു? പിന്നെ എങ്ങനെയാണ് ഈ ഈശോ അൽഫോൻസയായിട്ട് മാറിയത്? അൽഫോൻസയുടെ ലൈഫിൽ ഒരു ഈശോയെ സ്വന്തം ഈശോയുടെ അൽഫോൻസയ്ക്ക് അനുഭവപ്പെട്ട എങ്ങനെയാണ്? ഒരു എൻകൗണ്ടർ ഉണ്ടാവുമല്ലോ ഈശോയെ അറിഞ്ഞ എൻകൗണ്ടർ, എങ്ങനെയാണ്? എൻകൗണ്ടർ ആയിട്ട് എന്ന് വെച്ചാൽ, എനിക്ക് ഭയങ്കര എൻകൗണ്ടർ ആയിട്ട് ഇങ്ങനെ എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അനുഭവിച്ചു വന്ന ഈശോയെ ഞാൻ പറഞ്ഞു തരാവേ. ഞാൻ എന്റെ കുഞ്ഞിലെ തൊട്ട് തന്നെ
എന്റെ പേരൻസിൽ നിന്ന് ഞാൻ ഈശോ ഇങ്ങനെ വിശ്വാസം കണ്ടാ വളരുന്നേ. അപ്പം ആ വളരുന്ന വഴിക്ക് ഞാൻ എന്റെ വീട്ടുകാരായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാ. അപ്പൊ എനിക്ക് സ്കൂളിൽ പോകാനൊന്നും ഇഷ്ടമേ ഇല്ല. അപ്പൊ സ്കൂളിൽ പോകുന്ന കാര്യം കേൾക്കുന്നത് ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ അങ്ങനെ കരഞ്ഞ് 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 എനിക്ക് ഇങ്ങനെ എന്നും അസുഖം. അപ്പം അസുഖത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ചെവിക്ക് പ്രശ്നം തുടങ്ങി, ചെവി കേൾവിക്കുറവ് വന്നു തുടങ്ങി, മൂക്കില് ദശയൊക്കെ വളർന്നു തുടങ്ങി. അങ്ങനെ ദശയൊക്കെ വളർന്നു തുടങ്ങിയപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പൊ എന്റെ അപ്പന് അത് സങ്കടമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വെച്ചല്ലേ. അപ്പം ഞാൻ വേദനിക്കല്ലോ എന്നുള്ളൊരു വേദനയായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നു അപ്പനുള്ളില്. അപ്പൊ അപ്പൻ എന്ത് ചെയ്തു, ഒരു വൈദികന്റെ അടുത്ത് കൊണ്ടുപോയി ചോദിച്ചു, ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ ആ വൈദികൻ പറഞ്ഞു, ചേട്ടൻ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, അതിന്റെ അപ്പൻ അന്ന് വൈകിട്ട് തൊട്ട് ഈ കുരിശുവരയുടെ സമയത്ത് എന്റെ അപ്പനും അമ്മയും ഒരുമിച്ചിരുന്ന് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പൻ മുട്ടുകുത്തുന്ന കയ്യിൽ ഒരു കുരിശ് പിടിച്ചോണ്ട് അന്ന് പ്രാർത്ഥിക്കുന്നത്. അത് എന്റെ ഓർമ്മയിൽ ചെറുതായിട്ട് ഇരിപ്പുണ്ടേ. അപ്പൊ എന്നിട്ട് തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് അതേ തുടർന്ന് ചെക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം പനിയുടെ ആ അസുഖം അന്നേ വിട്ടുപോയി. പിന്നെ എനിക്കൊരു പനി വരുന്നത് 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ് ഒരു മഞ്ഞപ്പിത്തം വന്നതോടുകൂടി പിന്നെ എനിക്ക് അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതായിരുന്നു എന്റെ ഓർമ്മയിൽ ഈശോ ഇടപെട്ട ആദ്യത്തെ അനുഭവം അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വളർന്നു വരുന്ന വഴിയിൽ എനിക്ക് ഈശോ ഒത്തിരി കൂട്ടുകാരെ തന്നിട്ടുണ്ട്. കൂട്ടുകാരെ തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഈശോയെ അറിഞ്ഞ കൂട്ടുകാരെ എന്റെ ജീവിതത്തിലോട്ട് ഈശോ പറഞ്ഞിട്ടിട്ടുണ്ട്. അതായത് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്ത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളുടെ പേര് നാൻസി എന്നാണ് അവളുടെ പേര്. അപ്പം അവള് ആ സമയത്ത് ഇങ്ങനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ എപ്പോഴും ഈശോയെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവള് ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവളിങ്ങനെ ഈ വിശുദ്ധര് ചെയ്ത കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങള്, കുഞ്ഞു കുഞ്ഞു സഹനങ്ങൾ അതൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കുഞ്ഞായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് പരിശ്രമിക്കായിരുന്നു. അതൊന്നും ഒത്തിരി ഫലവത്തൊന്നായിട്ടില്ല, പക്ഷെ പരിശ്രമിക്കായിരുന്നു ഞങ്ങൾ. ആ സമയം തന്നെ ഈശോയെ സ്നേഹിക്കണം, ഈശോയുടേതാവണം, നമുക്കും വിശുദ്ധയാവണം, അങ്ങനെ ഒരു സാധനമായിരുന്നു അവളുടെ ഉള്ളിൽ അന്ന് ഞങ്ങളുടെ സംസാരങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നത്. അപ്പം ആ സമയത്ത് അവള് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് പ്രായത്തിലാണ് അവൾ എനിക്ക് വിശുദ്ധ ബ്രിജിത്താമ്മയുടെ പീഡാനുഭവ പ്രാർത്ഥന അവൾ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നു. പിന്നെ ഞാൻ അങ്ങനെ അങ്ങനെ ഈശോ എന്നെ അങ്ങനെ വളർത്തിയിട്ടുണ്ട്. പിന്നെ എന്റെ വീട്ടിലെ പേരൻസ് ആണെങ്കിൽ അന്നും ഞാൻ പള്ളിയിലൊന്നും പോകുമോ അങ്ങനെ വിശുദ്ധ കുർബാന ശരിക്കും ആ സമയത്തൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ പേരൻസ്, കാരണം ഒത്തിരി അകലെയായിരുന്നു, അത്യാവശ്യം നടക്കണം, ഞങ്ങൾക്ക് ഒരു 3/4 മണിക്കൂറെങ്കിലും നടക്കണം. പക്ഷെ എന്റെ അപ്പൻ ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പൊ പക്ഷെ എനിക്കെന്നും പോകാനും പറ്റുന്ന ഒരു ഇതൊന്നും അല്ലായിരുന്നു. എങ്കിൽ പോലും എന്റെ അപ്പനും അമ്മയും മാക്സിമം ഞങ്ങളെ കൊണ്ട് അവർക്ക് പറ്റുന്ന പോലെ പരമാവധി വിശുദ്ധ കുർബാനയ്ക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂൾ വിട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ വിശുദ്ധ കുർബാനയുടെ ഇതൊക്കെ സമയമാകുമ്പോഴത്തേനും അമ്മച്ചി ഒരു കുഞ്ഞുകൂട് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങ് വരും. അന്നൊക്കെ വൈകിട്ട് പള്ളികളിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നേ ആ ഒരു സമയത്ത്. നിസ്സാര ലൈഫിൽ അങ്ങനെയൊക്കെ അൽഫോൺസയുടെ പറഞ്ഞ വഴിക്ക് ഇങ്ങനെ വീട്ടുകാരുടെ ഒരു ഇടപെടലേ, അപ്പൊ അപ്പന്റെ അമ്മയുടെ ഒരു സ്നേഹവും അപ്പന്റെ അമ്മയുടെ പ്രാർത്ഥനകളും എല്ലാം അൽഫോൺസയുടെ ഒരു സ്പിരിച്വാലിറ്റി എങ്ങനെയാണ് ഇങ്ങനെ സഹായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈശോയിലേക്ക് വളർത്തിയിട്ടുള്ളത് എങ്ങനെയാണ്? അത് തന്നെ ഭയങ്കരമായിട്ട് അവരുടെ സ്പിരിച്വാലിറ്റി എന്നെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതെനിക്ക് എനിക്ക് ഒത്തിരി അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒത്തിരി സമയങ്ങളിൽ നല്ല സഹനങ്ങളിൽ കൂടെ പോയ സമയങ്ങളുണ്ട് വീട്ടിൽ. ആ സമയത്തും ഞാൻ കാണുന്നത് എന്റെ അമ്മയുടെ കയ്യില് ജപമാലയും അപ്പനാണെങ്കിലും ഈശോയില് വിശ്വാസം. ഞാൻ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഞാൻ എന്റെ അപ്പനെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാ ചേച്ചി ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാ അങ്ങനെ സംഭവിക്കുന്നത്, അതെന്തുകൊണ്ടാ മറ്റുള്ളവർക്ക് സംഭവിക്കാത്തെ. അപ്പൊ എന്നോട് അപ്പൻ എപ്പോഴും പറയും, ഈശോയുടെ വഴി എന്ന് പറയുന്ന കുരിശിന്റെ വഴിയാണ്. എന്ന് വെച്ചാൽ ഈശോയുടെ വഴി സ്നേഹത്തിന്റെ വഴിയാണ്. അതുപോലെ തന്നെ അതായത് ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് പിന്നാലെ വരട്ടെ എന്ന് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് അപ്പൻ എപ്പോഴും പറയും, ഇപ്പൊ ഇവിടെ സഹിച്ച സ്വർഗത്തിൽ നമുക്ക് പിന്നീട് സഹിക്കേണ്ടി വരില്ല. കാരണം അങ്ങനെ അപ്പൻ എപ്പോഴും അങ്ങനെയാ എപ്പോഴും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നീട് എനിക്ക് സഹനങ്ങൾ വന്നപ്പോഴും ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഒന്നും സ്വീകരിച്ചിട്ടില്ലെങ്കിലും എന്റെ ഉള്ളില് ഈ ഒരു ബോധ്യം എന്റെ അപ്പൻ എനിക്ക് ഇട്ട് തന്നു. ഇവിടെ സഹിച്ചാലും എനിക്ക് അവിടെ ചെല്ലുമ്പോ എനിക്ക് ഈശോയുടെ അടുത്ത് ആനന്ദമാണ്. അപ്പൊ പിന്നെ ഞാൻ അന്നേരം ഇങ്ങനെ ചോദിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഇങ്ങനെ കൊച്ചി ത്രേസ്യാപ്പുണ്യാദേവി പ്രാർത്ഥിക്കുകയല്ലേ, ഈശോയെ സ്വർഗത്തെ പ്രതിയാണ് നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്നെ സ്വർഗത്തിൽ കയറ്റാതെ നീ അങ്ങോട്ട് ഇട്ടോന്ന്. അപ്പൊ അങ്ങനെയും എന്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ ചിന്തയൊക്കെ വന്നു തുടങ്ങി. പക്ഷെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയില് എന്നെ ഇത്രത്തോളം സ്പിരിച്വലി ഞാൻ വളരാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ പേരൻസിന്റെ വിശ്വാസം തന്നെയാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ഏറ്റവും സഹനങ്ങളുടെ നടുവിൽ പോലും അവർ ഒരിക്കലും ഈശോയെ തള്ളി പറഞ്ഞിട്ടില്ല. ഈശോ എന്ന് വെച്ചാൽ ഞാൻ ഈശോയെ തള്ളി പറയാനായിട്ട് എനിക്ക് വെമ്പല് വരുമ്പോഴും അമ്മച്ചെന്നോട് പറയും, ഈശോ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് അതിലോട്ട് മാത്രം നോക്ക് ഉണ്ണി എന്ന് എന്നോട് പറയും. എന്നെ ഉണ്ണി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞ അങ്ങനെ ഒരു വിശ്വാസം എന്റെ ഉള്ളിൽ അവരുടെ വാക്കുകൊണ്ടല്ല പ്രവർത്തി കൊണ്ട് അവർ എന്റെ ജീവിതത്തിൽ തെളിയിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതെന്നെ ഭയങ്കര അൽഫോൺസയുടെ ജീവിതത്തിൽ അൽഫോൺസയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അപ്പന്റെ അമ്മയുടെ ആ ഒരു പ്രാർത്ഥനയിലൂടെ അൽഫോൺസയുടെ സ്പിരിച്വാലിറ്റി ശരിക്കും രൂപപ്പെടുന്നു.
അൽഫോൻസ ഈശോയെ അറിയുന്നു, അൽഫോൻസ ഈശോയെ സ്നേഹിക്കുന്നു, അൽഫോൻസ ഈശോയെ വളരുന്നു. അൽഫോൻസ എന്നാ, സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ പോകുന്നു. അവിടെ അൽഫോൻസ ഒരു പ്രാർത്ഥനയുടെ ജീവിതം നയിക്കുന്നു അല്ലേ? അപ്പം ഈ ഫ്രണ്ട്സ് അൽഫോൻസയെ നോക്കുന്ന സമയത്ത് അൽഫോൻസയോടുള്ള വ്യത്യാസം കാണുമ്പോൾ അവര് കളിയാക്കുവോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ കൊച്ചെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എന്താ കൂട്ടുകാരെ ഇടപെടൽ എങ്ങനെയാ അൽഫോൻസയുടെ? നമുക്ക് ഈശോയെ അറിയുന്നത് ഒരു ഫ്രണ്ട്സിനെ നഷ്ടപ്പെടുത്തുവോ? ഈശോയെ അറിയുന്ന ഫ്രണ്ട്സിനെ നഷ്ടപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ ശരിക്കും ഈശോയുടെ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈശോ എങ്ങനെയാ, ഈശോ എല്ലാരെയും ചേർത്ത് പിടിക്കുകയായിരുന്നു ചെയ്തത് അല്ലേ? ഉം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് അങ്ങനെ കൂട്ടുകാരുണ്ടെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരോടും സംസാരിക്കും, എല്ലാവരോടും ചിരിക്കും, എല്ലാവരോടും വർത്താനം പറയും. എന്ന് വെച്ചാൽ ഇപ്പം എന്നോട് പക്ഷെ 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോ എന്നോട് ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇച്ചിരി ഓവർ അല്ലേ അൽഫോൻസ, ഈ ഫെയ്ത്ത് ഒക്കെ ഇച്ചിരി ഓവർ അല്ലേ, നിന്റേത് ഇച്ചിരി ഓവറാ കേട്ടോ എന്ന് എന്നോട് പറയും. അങ്ങനെ പറയുമായിരുന്നു. അങ്ങനത്തെ കുറച്ച് ആണോ? കുറച്ച് കൂട്ടുകാര്. പക്ഷെ ആണെങ്കിൽ അന്ന് അങ്ങനെ ചിന്തിക്കുന്നത് എന്താ പറയാനുള്ളത്? ഒരിക്കലും ഫെയ്ത്ത് ഓവർ ആവുന്നില്ലല്ലോ. നമ്മൾ ഈശോയെ അറിയാൻ തുടങ്ങുമ്പോൾ ഈശോ എന്ന് പറയുന്നത് എന്നാ വലിയൊരു കടല. അതിലോട്ട് നമ്മള് ഇങ്ങനെ എന്ന് വെച്ചാൽ കോരിയാലും 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 തീരുവല്ല. എന്ന് പറഞ്ഞാല് നമ്മുടെ നമ്മൾ എത്രമാത്രം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും ആ വിശ്വാസം ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ലല്ലോ. എന്ന് വെച്ചാൽ വിശ്വസിച്ചാലും 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 തീരുന്നില്ലല്ലോ. അപ്പം അതെങ്ങനെ ഒരു ഇതാന്ന് പറയാൻ പറ്റും. ഒരു നമ്മള് ഓവർ ആവുന്നില്ലല്ലോ അല്ലേ? നമ്മളതിനെ ഇല്ല ഒരിക്കലും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓവറാവുന്നില്ല. അപ്പം അതങ്ങനെയാ. അന്ന് എനിക്ക് അങ്ങനെ വിഷമം തോന്നിയെങ്കിലും പിന്നീട് ഞാൻ സന്തോഷിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഓർക്കുമ്പോൾ എനിക്കതൊരു ആനന്ദമായി മാറി. കാരണം ഞാൻ ഓവറാന്ന് പറഞ്ഞില്ലേ, അതായത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി. അൽഫോൻസ ഉം. ഈ ഓരോ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, ഇപ്പൊ അൽഫോൻസ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്, ഒരു ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി അതുപോലെ തീക്ഷ്ണമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരു ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി അൽഫോൻസ് അത്ര തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അൽഫോൻസയ്ക്ക് ഈശോ അതുപോലെ ഒരു ആത്മാവ് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ആ ആഗ്രഹം അൽഫോൻസിന്റെ ഉള്ളിൽ കിട്ടുന്നതുകൊണ്ടാണ് അൽഫോൻസെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അപ്പം ഇത് കാണുന്ന ഒരാൾ, ഇപ്പൊ നമ്മുടെ ഈ അൽഫോൻസയുടെ സംസാരം കാണുന്ന ഒരാൾക്ക് ആത്മാക്കളെ നേടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നണം. പ്രാർത്ഥിക്കാൻ തോന്നണമെങ്കിൽ അയാൾക്ക് ആത്മാക്കളെ പറ്റിയുള്ള വേദന ഉണ്ടാവണം. ഈ ആത്മാക്കളെ പറ്റിയുള്ള ഈശോയുടെ വേദന നമുക്ക് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ആത്മാക്കളെ പ്രതി ഒരാൾക്കൊരു വേദന ഉണ്ടാവണമെങ്കിൽ, ഒരാൾ ആത്മാവിനെ പ്രതി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അയാൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഇതാണ് ചോദ്യം. അയാൾ ആദ്യം ഈശോയുടെ വേദന അറിയണം. ഈശോയുടെ വേദന അതെങ്ങനെ പറഞ്ഞു തരുമെന്നറിയാം. അത് നമ്മൾ ഈശോയെ അറിഞ്ഞു കഴിയുമ്പോൾ ആ വേദന നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുക ചെയ്യുന്നത്. അതായത് ഈശോയുടെ സ്നേഹത്തിൽ നിറഞ്ഞു കഴിയുമ്പം നമുക്ക് മനസ്സിലാകും ഈ ലോകത്തിന് സുഖം ഒന്നും അല്ലാന്ന് മനസ്സിലാവും. എന്നുവെച്ചാൽ ഈശോ ഒരു ആത്മാവിനെ കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദാഹത്തിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈശോ എങ്ങനെയാ ആത്മാവിനെ കാണുന്നത്, ആത്മാവിന്റെ ഈശോ അനുഭവിക്കുന്ന വേദന എന്താന്ന് കാണിച്ചു തരണം, മനസ്സിലാക്കി തരണേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഉള്ളിൽ ആ തീഷ്ണത വന്ന് നിറയുവാ ചെയ്യുന്നത്. ഞാനത് പ്രാർത്ഥിച്ച് കുറെയൊക്കെ എന്ന് വെച്ചാൽ ഈശോ എനിക്ക് അതിനുള്ള ഒരു കൃപ തന്നതുകൊണ്ട് ഞാനത് പ്രാർത്ഥിച്ച് കുറെയൊക്കെ നേടിയെടുത്താ. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ഒരാള് ഒരാള് ഇങ്ങനെ നശിച്ച് ഇങ്ങനെ നിൽക്കുക. അതായത് നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പം അതെന്തുകൊണ്ടാണ് നമുക്ക് വേദനിക്കുന്നത്? നമ്മുടെ സ്വന്തം ആയതുകൊണ്ടാ. മനസ്സിലായോ? ഈശോ ആരാ? ഈശോ നമ്മുടെ സ്വന്തമാ. അപ്പൊ ഈശോയുടെ മക്കളാരാ? ഈശോ നമ്മുടെ സ്വന്തമാണെങ്കിൽ ഈശോയുടെ മക്കൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാനാണെങ്കിലും ആശയേട്ടനാണെങ്കിലും ക്രിസ്തുവിന് നമ്മളെല്ലാരും ഒന്നാ. മനസ്സിലായോ? അപ്പം ഈ ആശയേട്ടന്റെ സ്വന്തം പെങ്ങൾ അല്ലെങ്കിൽ സ്വന്തം മകള് നശിച്ചു പോകുമ്പോ ആശയേട്ടനുണ്ടാകുന്ന വേദന എന്തോ. അൽഫോൻസ ഈ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കുക, അതായത് അൽഫോൻസ ഈ ഈശോയുടെ ആ ഒരു വേദന കണ്ടുകൊണ്ട് അൽഫോൻസ അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ ജീവിതത്തില് നമ്മള് ഈ അൽഫോൻസയുടെ ലൈഫില് ഈ അൽഫോൻസ അതുപോലെ ആത്മാക്കൾക്ക് വേണ്ടി അതുപോലെ പ്രാർത്ഥിക്കുന്ന ആളെന്ന് പറഞ്ഞു. അപ്പം ഈ പരിഹാരം എടുത്ത് പ്രാർത്ഥിക്കുന്നത്, പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയുള്ള പ്രാർത്ഥനകള് എങ്ങനെയാണ് ആ പ്രാർത്ഥന എങ്ങനെ കുറച്ചുകൂടെ ശ്രേഷ്ഠമായിട്ട് മാറുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് ആത്മാക്കളെ നേടാൻ പറ്റും. പക്ഷെ അതെങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ എന്ത് പറഞ്ഞു കൊടുക്കാൻ അൽഫോൻസ്? അങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അതുപോലെ ആത്മാക്കളെ നേടാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം എന്നൊരു സാധനത്തിന് വേണ്ടി അൽഫോൻസയുടെ ലൈഫിൽ നിന്നും ഒക്കെ ആയിട്ട് അൽഫോൻസയ്ക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? ഒന്ന് എന്നുണ്ടല്ലോ, സ്നേഹം വേണം. സ്നേഹമാണ് നമ്മളെല്ലാവർക്കും ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞ നമ്മുടെ ഒരാൾക്ക് ഒരാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ
അതായത് ഇപ്പോൾ നമ്മുടെ ഒരാൾക്ക് കരൾ ആവശ്യമുണ്ട്. നമ്മുടെ സ്വന്തം പേരൻസിനായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം മക്കൾക്കായിക്കോട്ടെ. നമ്മൾ ആ കരൾ മുറിച്ചു കൊടുക്കുമല്ലോ, അത് നമ്മുടേത് തന്നെ വേണം. ഉം. എന്നാലേ ആൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈശോ ഓൾറെഡി 2 തന്നിട്ടുണ്ട്, അതിൽ ഒരെണ്ണം മതി നമുക്ക് സർവൈവ് ചെയ്യാൻ. മറ്റേ ആൾക്ക് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും? നമ്മൾ അവിടെ ചിന്തിക്കുവോ? നമ്മൾ അവിടെ ഇല്ല. എടുക്കുന്നത് ത്യാഗമാണോ? ചിന്തിച്ചേ, എടുക്കുന്നത് അതെന്തുകൊണ്ടാണ്? അത് നമ്മളെ ആയതുകൊണ്ടാണ്, നമുക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹമാണ്. ഈശോ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് ഒരാത്മാവിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ആ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ, ആ ഈശോയുടെ സ്നേഹത്തിന് എങ്ങനെ ഈശോയെ സ്നേഹിക്കാം, എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം എന്നേ പിന്നെ ആലോചിക്കുള്ളൂ. അപ്പം ഈശോയ്ക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ അന്നേരം അന്വേഷിച്ചു തുടങ്ങും. ഇത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചു തുടങ്ങിയാലേ, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്തു കൊടുക്കാൻ തുടങ്ങിയാലേ, ആ ഈശോയുടെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയോട് നമ്മൾ ചോദിച്ചു തുടങ്ങി, ഈശോ എന്താ ആഗ്രഹിക്കുന്നത് അങ്ങനെ. അപ്പം നമുക്ക് ഈശോ എങ്ങനെ സ്നേഹിക്കണം എന്ന് മാത്രമാണെങ്കിൽ, അതിലോട്ട് എന്ത് പരിത്യാഗം എടുക്കുന്നതിനും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. എന്ന് വെച്ചാൽ അത് ഈശോ തരുന്ന കുരിശാണെങ്കിൽ നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കും. അതെന്ന് വെച്ചാൽ ആ അങ്ങനെയാണ് സ്നേഹത്തിലേക്ക് പറഞ്ഞത്. ആ സ്നേഹത്തിലേക്ക് വളരണമെങ്കിൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം? എനിക്ക് ഈ വിട്ടു സ്നേഹം എന്ന് പറഞ്ഞ കാര്യം അൽഫാൻസ് പറയുന്ന സമയത്ത് ഒരാൾക്ക് ചിന്തിക്കാം, ആ കൊച്ചിനെ ഈശോ പ്രത്യേകം അവൻ തെരഞ്ഞെടുത്തതാണ്, അതുകൊണ്ട് ആ കൊച്ചിനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്. അപ്പം അയാളോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ അയാൾക്ക് എങ്ങനെയാണ് ഈശോനെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നത്? അതായത് ഈ അഗസ്തീനോസ് പുണ്യാളൻ പറയുന്ന ഒരു കാര്യമുണ്ടായി. നമ്മളെ സൃഷ്ടിക്കാൻ വേണ്ടി കർത്താവിന് നമ്മുടെ അനുവാദം വേണ്ടായിരുന്നു. പക്ഷെ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക്, അതായത് നമ്മുടെ അനുവാദം വേണമെന്ന്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല്, ഈശോ നമ്മളെ സൃഷ്ടിച്ചപ്പം ഈശോ നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ വെച്ചു, നിനക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. ജീവനും മരണവും നന്മയും തിന്മയും നിന്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തുകൊള്ളുക. അപ്പം അത് നമ്മളാ ചൂസ് ചെയ്യുന്നത്. അത് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഈശോ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈശോയെ ചൂസ് ചെയ്യുമ്പോൾ, ഈശോയ്ക്ക് വിട്ടുകൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ സമയം തൊട്ട് തന്നെ ഈശോ നമ്മുടെ ഉള്ളിൽ കയറി പ്രവർത്തിച്ചു തുടങ്ങും. നമ്മൾ പോലും അറിയാതെ തന്നെ ഈശോ നമ്മളെ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ പറയുന്ന നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നരുത് എല്ലാം ഞാൻ ഭയങ്കര പെർഫെക്ഷനിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ല, ഞാൻ എന്റെ കുറവുകളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും ഒത്തിരി കാര്യങ്ങളിൽ നിന്നും കൊണ്ട് തന്നെ ഞാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും പൂർണ്ണമായ വ്യക്തിയില്ല, പക്ഷെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. അതായത് എനിക്ക് കുറവുകളുണ്ട്, എനിക്ക് കുറ്റങ്ങളുണ്ട്, എനിക്ക് തെറ്റ് പറ്റാറുണ്ട്. എന്റെ ജീവിതത്തിൽ തെറ്റ് പറ്റി പോയിട്ടുണ്ട്. പക്ഷെ ആ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഞാൻ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്തത് ഇതാ, ഈശോയെ എനിക്ക് വിട്ടു തരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല കർത്താവേ. ഞാൻ എത്ര തവണ കർത്താവിന്റെ മുഖത്ത് നോക്കി ഞാൻ കരഞ്ഞിട്ടുണ്ടെന്നറിയാം, ഈശോ എനിക്കിത് നിന്നെ പ്രതി വിട്ടു തരണം എന്നുണ്ട്, എനിക്ക് പക്ഷെ പറ്റുന്നില്ല കർത്താവേ എന്ന് പറഞ്ഞു. പക്ഷെ ഈശോ പതിയെ പതിയെ അതെനിക്ക് ഇങ്ങനെ അൽഫോൻസ് അന്നേരം തന്നുകൊണ്ടിരിക്കുന്നു. ഈ ലൈഫിൽ ഇങ്ങനെ ഈ തളർന്നു പോകുന്ന മൊമെന്റില്, അതായത് ഈ പ്രാർത്ഥനയിൽ നിന്ന് തളർന്നു പോകുന്ന മൊമെന്റില് ചിലപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ ലൈഫിൽ ഈ പ്രാർത്ഥനയിൽ നിന്ന് തളർന്നു പോകുന്ന ഒരു സമയത്ത് അവരെന്താ ചെയ്യേണ്ടത്? അൽഫോൻസ് എന്താ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു പ്രയർ ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുന്ന സമയത്ത്? ബ്ലോക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, ഞാൻ ഈശോയോട് പറയും, ഈശോയെ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, പക്ഷെ എന്നെ കൊണ്ട് ഇപ്പം പറ്റുന്നില്ല ഈശോയെ. ഈശോയുടെ അടുത്തോട്ട് വരാൻ എനിക്ക് പറ്റുന്നില്ല. ഒന്ന് ബ്ലോക്ക് മാറ്റി തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ പോയി ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, ഇങ്ങനെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. പിന്നെ പരമാവധി എത്രയും പെട്ടെന്ന് ഞാൻ കുമ്പസാരിക്കാൻ ശ്രമിക്കും. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു വൈദികന്റെ കൈവെപ്പ് എത്രയും പെട്ടെന്ന് തന്നെ മേടിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കണം എന്ന ആഗ്രഹമുള്ള മനുഷ്യർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വരുമ്പം ഒന്ന് ചെയ്യാൻ പറ്റുന്നത് ഈശോയോട് പറയാ. ഏത് അവസ്ഥയിലാണെങ്കിലും ഈശോയോട് പറയാം, ഈശോയെ എന്റെ അവസ്ഥ ഇതാ, എനിക്കിപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഈശോയെ ഈശോയെ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, അങ്ങനെ പറഞ്ഞ് ഈശോയുടെ ഇടയ്ക്കിടയ്ക്ക് പറയുക. നമുക്ക് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ ആ സമയത്ത്. അത്രേ. ഇനി അതിലും വലിയ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില സമയങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, നമ്മൾ നെടുവീർപ്പിടും, എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് വേദനയോടെ വിളിക്കുകയല്ലേ, നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇതിനെക്കാട്ടിലും ഇരട്ടി പവർ ഉണ്ട് ആ ഒരൊറ്റ വിളിക്ക്. കാരണം നമുക്കൊന്നും പറ്റത്തില്ലാത്ത അവസ്ഥയിൽ നമ്മൾ വേദനിച്ചുകൊണ്ട് വിളിക്കുക, എന്റെ ഈശോയെ, എന്റെ അപ്പാ, ഇനി എന്നാ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു ഇതിന്
ആ ആ ഞാൻ മനസ്സിലാക്കി. അൽഫോൻസയുടെ പ്രാർത്ഥനയിൽ അൽഫോൻസ് എപ്പോഴും ഇങ്ങനെ ഈശോയെ വിളിക്കുന്നു അപ്പാ 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 എന്ന്. ഏഹ് ഉം, അൽഫോൻസ് ഈശോനെ സ്വന്തം അപ്പനായിട്ടല്ലേ കാണുന്നത്. അപ്പൊ അതെങ്ങനെ ആ ഒരു ഉം. നമുക്ക് എങ്ങനെയാണ് ഈശോയുടെ ഒരു അപ്പം ബന്ധം സാധിക്കാൻ പറ്റും, അപ്പം മോൾ ബന്ധം സാധിക്കാൻ പറ്റും? അത് ഈശോ തന്നെ നമ്മളെ വളർത്തിയെടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഈശോ ഇങ്ങനെ ഓരോ ലെവലിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതാണേ. നമ്മൾ ഇങ്ങനെ ജീസസ് യൂത്തിലോട്ടൊക്കെ ആദ്യം വരുമ്പോ ഈശോ എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? ഫ്രണ്ടായിട്ടാ. അതായത് ഫ്രണ്ടായിട്ട് തന്നെ ഒത്തിരി ഇടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈശോയെ പരിചയപ്പെടുത്തുന്നത് ഫ്രണ്ടായിട്ടാ. പക്ഷെ കുഞ്ഞിലോട്ട് എനിക്ക് എന്നോട് എന്റെ അപ്പം പറഞ്ഞു തന്നൊരു സാധനമുണ്ട്, അപ്പനും അമ്മയും എന്നോട് പറഞ്ഞൊരു സാധനമുണ്ട്. എന്റെ അപ്പൻ എപ്പോഴോ ഒരു തമാശ രൂപേണ എനിക്ക് എന്നോട് പറഞ്ഞ ഈശോയുടെ രൂപം ചൂണ്ടിയിട്ട് പറഞ്ഞ അപ്പനത് ഓർക്കുന്ന കൂടെ ഉണ്ടല്ലോ. പക്ഷെ എന്നോട് പറഞ്ഞ ഇതാണ് നിന്റെ അപ്പൻ. അതുപോലെ തന്നെ എന്നോട് അമ്മച്ചി വേറൊരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ അമ്മയാണ് നിന്റെ അമ്മ. ഭൂമിയിലോട്ട് ഞങ്ങളെ വിട്ടെന്നേ ഉള്ളൂ, എന്നെ ജസ്റ്റ് ഒന്ന് വളർത്താൻ വേണ്ടി വിട്ടെന്നേ ഉള്ളൂ. അപ്പം അന്ന് എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചെറിയൊരു വാക്കാ. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളെ ഭൂമിയിലോട്ട് അയച്ചത് നമ്മുടെ അപ്പൻ, അതായത് ഈശോയാ നമ്മുടെ അപ്പൻ. ആ ഒരു ബോധ്യം എനിക്ക് തന്ന എന്റെ അപ്പന്റെ അമ്മയുടെ ഒരു ആ വാക്കിൽ തന്നെ. അപ്പം എനിക്ക് അതായത് ഞാൻ എന്റെ അപ്പന്റെ അടുത്ത് ഇപ്പോഴും ഞാൻ എന്റെ അപ്പനെ എനിക്ക് ഇപ്പൊ ഇത്രയും പ്രായമെങ്കിലും എന്റെ സ്വന്തം, അതായത് എന്റെ ഭൂമിയിലെ എന്റെ അപ്പന്റെ അടുത്ത് ഞാൻ ഇപ്പോഴും ചെന്ന് കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും. അപ്പനെ ഇപ്പോഴും എടുത്ത് കൊഞ്ചിക്കും. അപ്പനോട് ദേഷ്യപ്പെടുകയും ചെയ്യും, വഴക്കുണ്ടാക്കുകയും ചെയ്യും. എന്റെ അമ്മയോടും അതുപോലെ തന്നെ. അപ്പം എന്റെ ഭൂമിയിലുള്ള അപ്പന്റെ അടുത്ത് ഇതേ സ്വാതന്ത്ര്യമുള്ള അതേ സ്വാതന്ത്ര്യം ഞാൻ എന്റെ സ്വർഗത്തിലെ അപ്പനെ അടുത്ത് അതിനെക്കാട്ടിൽ ഇച്ചിരി കൂടി കൂടുതലായിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം അതെന്റെ അപ്പനാന്നുള്ള ഒരു ബോധ്യം എന്റെ ഉള്ളില് പതിഞ്ഞു. അപ്പം നമ്മളെല്ലാരും ഈശോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കും. അപ്പൊ ഒത്തിരി ഇടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈശോയെ ഈശോ രാജാവാ. അപ്പൊ ആ രാജാവിനെ ഇങ്ങനെ എല്ലാരും വണങ്ങുന്നു, എല്ലാരും സ്നേഹിക്കുന്നു, എല്ലാരും സ്തുതിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കും, ആ രാജാവ് എന്റെ അപ്പനാണെങ്കിൽ ആ സ്വാതന്ത്ര്യം വ്യത്യാസം മനസ്സിലായോ? രാജാവ് ജനങ്ങൾ എങ്ങനെയാ വണങ്ങുന്നേ? രാജാവ് വരുന്നു അങ്ങനെ. പക്ഷെ ആ രാജാവ് എന്റെ അപ്പനാണെങ്കിലോ, എനിക്ക് ഈശോ തന്നൊരു ഇതാ. അപ്പൊ എനിക്ക് എന്റെ അപ്പന്റെ അടുത്ത് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അതെന്റെ ഉള്ളിൽ ഈശോ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഞാൻ നിന്റെ അപ്പനാ എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഈശോ ഇട്ട് തന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ആ ഒരു ബോധ്യം കിട്ടാനായിട്ട് തന്നെ ചെയ്താൽ മതി. ശരിക്കുമുള്ള അപ്പൻ, നിങ്ങളെ അപ്പൻ സ്വർഗത്തിലെ അപ്പനാ. ഭൂമിയിൽ നിങ്ങളെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുന്നതേ ഉള്ളൂ നിങ്ങളെ പേരൻസിനെ സ്നേഹിക്കണം കേട്ടോ, സ്നേഹിക്കേണ്ട എന്നല്ല, അത് ഈശോ തന്നതാ നമുക്ക്. ഈശോ തന്ന പേരൻസാ നമുക്ക്. അപ്പം അതിനെക്കാട്ടിലുപരി ഈശോയ്ക്ക് തോന്നി നമുക്ക് ആ പേരൻസിന്റെ കൈ കിട്ടിയാലേ നമ്മള് ഇന്ന രീതിയിൽ ഈശോയെ അറിയാനായിട്ടും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ പേരൻസ് ഇപ്പം ഭയങ്കര കള്ളുകുടിയനായിരിക്കാം, ഇങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങളെ ചീത്ത വിളിക്കുന്ന ആളായിരിക്കാം. പക്ഷെ ഈശോയ്ക്ക് അറിയാം നിനക്ക് ആ അപ്പനെ കിട്ടിയാലേ നീ ഇങ്ങനെ ശരിയാകുള്ളൂ, നീ ഇന്ന വഴിക്ക് വരുള്ളൂ എന്ന്. അത് ഈശോയുടെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അപ്പം അപ്പം ശരിക്കും നിങ്ങളുടെ അപ്പൻ എന്ന് പറയുന്നത് സ്വർഗത്തിലെ അപ്പന, നിങ്ങളുടെ അമ്മ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. അത് ആ ഒരു ബോധ്യം നമുക്ക് പ്രാർത്ഥിച്ചു അത് ഈശോ തരും. അത് നമ്മളിങ്ങനെ വളർന്നിടന്നു ഇപ്പം വിശ്വസിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഫ്രണ്ടായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത പടി ഉയരണം, അവിടെ തന്നെ നിൽക്കരുത്. ഈശോയോട് ചോദിക്കണം, ഈശോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാന്ന് ചോദിച്ച് അങ്ങനെ ഈശോ നമുക്ക് തന്നെ ഇട്ട് തരും. ഈശോ നമ്മളെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. യെസ്. ഈ അൽഫോൻസ ഇങ്ങനെ ഭർത്താവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. അൽഫോൻസ ഈശോയെ അപ്പനെ പോലെ കാണുന്നുണ്ടാണ്. ഞാൻ അൽഫോൻസ കണ്ടിട്ടുള്ളൊരു ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൽഫോൻസയുടെ അൽഫോൻസയുടെ പ്രാർത്ഥനകള്, അൽഫോൻസ ഒരു ദിവസം ഇങ്ങനെ എന്നോട് ഷെയർ ചെയ്ത കാര്യം ഞാൻ ഓർക്കും. അതായത് അൽഫോൻസ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെ അൽഫോൻസ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. അൽഫോൻസ ആ നേരം ഇങ്ങനെ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി ആ സമയം ഭക്ഷണമൊന്നും കഴിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഹിറ്റ് ചെയ്തൊരു സാധനമായിരുന്നു അൽഫോൻസ അങ്ങനെ പറഞ്ഞത്. അൽഫോൻസയുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഈ കർത്താവിന്റെ 9-3 എന്നൊക്കെ പറഞ്ഞാൽ അത് ഈശോ കുരിശിൽ കിടന്ന സമയമാണ്. അൽഫോൻസയുടെ പ്രാർത്ഥനകളിൽ അൽഫോൻസ ഈശോയുടെ പീഡാനുഭവങ്ങളെ ഒരുപാട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ അതുപോലെ അങ്ങനെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയെ കുറെ കൂടെ പവർഫുൾ ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പം പരിത്യാഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഉപവാസമായിരിക്കാം, അല്ലെങ്കിൽ ഈ പീഡാനുഭവ ചിന്തകളായിരിക്കും. എന്താണ് അൽഫോൻസയുടെ പ്രാർത്ഥനയെ കുറെ കൂടെ പവർഫുൾ ആക്കുന്ന ഉം. തന്ത്രങ്ങളല്ല, എൻ- ആ ഒരു പവർഫുൾ സോഴ്സസ് പറഞ്ഞുതരാമോ, എന്താണ് അത്? ആ, എന്നെ സംബന്ധിച്ച് അത് ഈശോ തന്നിരിക്കുന്ന ഒരു കൃപയാണ്. ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് എനിക്ക് എങ്ങനെ ഈശോയെ സ്നേഹിക്കണം എന്നുള്ളതായിരുന്നു. എപ്പോഴും
എപ്പോഴും എൻ്റെ ഉള്ളിൽ അങ്ങനെ എപ്പോഴും ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ വരാറില്ല. പക്ഷെ ഈശോയെ സ്നേഹിക്കുന്ന സമയങ്ങളിൽ ഈശോയെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ ഞാൻ കൊടുക്കും ഈശോയെ. അപ്പൊ ചില സമയങ്ങളിൽ ഞാൻ ഇതിൽ നിന്ന് ബാക്ക്വേർഡ് ആകാറുണ്ട് കേട്ടോ, അതും ശ്രദ്ധിക്കണേ. പറയുമ്പോ എല്ലാം പറയണല്ലോ. അപ്പം ഈ ഈശോയെ ഞാൻ എങ്ങനെ അതൊക്കെ ഈശോ എന്നെ ഇങ്ങനെ ഓരോ വഴിക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന കേട്ടോ. അതെങ്ങനെ ഈശോയെ പറഞ്ഞു കൊടുക്കുന്നേ? 9 മണി തൊട്ട് എന്നെ സംബന്ധിച്ച് ഭക്ഷണം ഉപേക്ഷിക്കാൻ എനിക്ക് ഭയങ്കര പാടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കാൻ. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈശോ അത് ആഗ്രഹിക്കുന്നൊന്നുമില്ല. അത് നമ്മൾ എടുക്കുന്ന ഒരു കുഞ്ഞു പരിത്യാഗം മാത്രം. ഈശോയ്ക്ക് നമ്മളിങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു മകന്, അല്ലെങ്കിൽ നമ്മുടെ അപ്പന് അമ്മയ്ക്ക് നമ്മുടെ ഒരു കരൾ ആവശ്യമാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് മുറിച്ചു കൊടുക്കും. എന്തുകൊണ്ടാ അത് മുറിച്ചു കൊടുക്കുന്നത്? നമ്മുടെ ആയതുകൊണ്ട്. അപ്പം നമുക്കവിടെ വേദനകൾ ഇത് പ്രശ്നമില്ല, അല്ലെങ്കിൽ ആ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കൊരു വിഷയമല്ല. കാരണം നമുക്ക് അപ്പുറത്തേക്കുന്ന ആളുടെ സന്തോഷവും സമാധാനം അയാളുടെ ഒരു നല്ല ഒരു ഇതുവാ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഈശോ ആരാ? എൻ്റെ ഈശോ എൻ്റെ സ്വന്തമാണ്. അപ്പം എൻ്റെ ആഗ്രഹം തന്നെ ഈശോയെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കണം. കാരണം ഈശോ ഇങ്ങനെ നശിച്ചു പോകുന്ന ഓരോ ആത്മാവിനെയും പ്രതി അത്രത്തോളം ഈശോ വിഷമിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ആഗ്രഹം അതായിരുന്നു, എങ്ങനെ ഈശോയെ ആശ്വസിപ്പിക്കണം, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആത്മാക്കളെ എങ്ങനെയെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വഴി നേടണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇങ്ങനെ എൻ്റെ ബുദ്ധിയിൽ അന്നേരം എൻ്റെ ബുദ്ധിയിൽ പരിശുദ്ധാത്മാവ് കൊണ്ടിട്ട് തന്നൊരു ചിന്തയാണ് ഈ ഒരു സമയങ്ങളിൽ എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്, ഭക്ഷണം ഉപേക്ഷിക്കുക എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ ഈ അൽഫോൻസയ്ക്ക് അറിയാം ഈ കാലഘട്ടം വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ആൾക്കാർ എന്ത് ആത്മാക്കളെ പ്രതി എങ്ങനെയാണ് ഉണരേണ്ട സമയമാണ്. എല്ലാവരും ഉണരണം. ഇത് അവസാന സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മളുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഈ സമയങ്ങളെ എല്ലാ അച്ഛന്മാരും പറയുന്നത് അവസാന സമയങ്ങളാണെന്ന് പറയുന്നു. ഈ സമയങ്ങളിൽ അതുപോലുള്ള ഒരു കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഈ പ്രാർത്ഥിക്കേണ്ട ആൾക്കാർക്ക് അവർക്കൊരു ഊർജ്ജം കിട്ടാനായിട്ട് എന്താ പറയാനുള്ളത്? ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അതായത് ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ഏതൊരു മനുഷ്യന്റെയും ആദ്യത്തെ വിളി എന്ന് പറയുന്നത്, അയാളുടെ വിളി എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ വചനപ്രഭാഷണം. അതെങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ അത് ഈശോയോട് ചോദിച്ച് മേടിക്കണം. അത് കാരണം ഇപ്പം നമ്മളല്ലേ ഇപ്പൊ ഒരു പൗലോസ്ലീഹ വിശ്വാസക്കാർക്ക് ഈ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. കൃപ നമ്മളിൽ എല്ലാവരിലും ഈശോ തന്നിട്ടുണ്ട്. ഈശോ അറിഞ്ഞ ഒരു മനുഷ്യനിലും എല്ലാ മനുഷ്യരിലും ഈശോ കൃപ തന്നിട്ടുണ്ട്. അതിനെ ഉജ്ജ്വലിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ കടമയാണ്. അതായത് അതിനെ വളർത്തണം. നമ്മളെ വളർത്തുക എന്ന് വെച്ചാൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കും, ഈശോ അതിനെ വളർത്തും. അതായത് ഒരു വചനം ഉണ്ടല്ലോ, നട്ടതും നനച്ചതും ഇതാണെങ്കിലും വളർത്തുന്നത് എപ്പോഴും ഈശോയാ. നട്ടതും നനച്ചത് ഏറെ പെരുന്നാളും വളർത്തിയതോ നിൻ കരങ്ങളല്ല, ഒരു വചനം ഉണ്ട് അങ്ങനെ. പക്ഷെ അപ്പം ഈശോ നമ്മുടെ ഉള്ളിൽ ആ കൃപ ഇട്ട് തന്നിട്ടുണ്ട്. ആ കൃപ വളർത്തണം എന്ന് വെച്ചാൽ അതെങ്ങനെ വളർത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഈശോയുടെ അടുത്ത് പോയി ഇരിക്കണം. അതായത് നമ്മളെപ്പോഴും ഈശോയുടെ അടുത്ത് പോയിരിക്കുമ്പോൾ ഈശോ പറഞ്ഞു തരും എന്താ ചെയ്യണ്ടേ, എങ്ങോട്ടാ പോണ്ടേ, ഏതാ വഴി, അങ്ങനെ. അപ്പം ഈശോയെ അങ്ങനെ കിട്ടിക്കഴിയുമ്പോഴത്തേനും ഈശോയുടെ അടുത്ത് പോയിരിക്കുമ്പോൾ തന്നെ ഈശോയെ നമ്മുടെ ഉള്ളിൽ വന്ന് നിറയാൻ തുടങ്ങും. അങ്ങനെ നിറയാൻ തുടങ്ങി നമ്മൾ ഇറങ്ങുന്ന സമയങ്ങളിൽ തന്നെ ഈശോ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളോട് അറിയാതെ പ്രവർത്തിച്ചു തുടങ്ങും. അവിടെയാണ് സമർപ്പണത്തിന്റെ ആവശ്യം. സമർപ്പണം അത് അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഈശോയോട് പറയാ, കർത്താവെ എന്നെ ഉപയോഗിക്കണേ, എടുത്ത് ഉപയോഗിക്കണേ. അത് ഏത് വഴി ആയിക്കോട്ടെ, ഈശോ ഉപയോഗിക്കണേ എന്നൊരു വാക്ക് നമ്മൾ ഈശോയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഈശോ നമ്മളെ എടുത്ത് ഉപയോഗിക്കും. അതിനാദ്യം ഈശോയുടെ അടുത്ത് ചെന്നിരിക്കണം. കംപ്ലീറ്റ് ആയിട്ട് സമർപ്പണം ഭയങ്കര അത്യാവശ്യമുള്ള ഒരു സാധനം. അത് വിട്ടുകൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് ഈശോ അത് നമ്മളെപ്പോലെ അറിയാതെ നമ്മളെ എടുത്ത് ഉപയോഗിക്കും. കാരണം ഞാൻ പറഞ്ഞു, ക്രിസ്തുവിനെ അറിഞ്ഞ ഏതൊരു വ്യക്തിയുടെയും ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത് വചനപ്രഘോഷണം. അതിന്റെ ചുറ്റുമുള്ളവരിൽ ഈശോയെ കൊടുക്കുക എന്നുള്ള. അപ്പം അത് നമ്മൾ ഇങ്ങനെ ലോകം മുഴുവൻ മൈക്കെടുത്ത് പ്രസംഗിക്കണം എന്നല്ല, നമ്മുടെ ഉള്ളിൽ നമ്മുടെ വീട്ടിൽ തുടങ്ങണം. നമ്മുടെ ഉള്ളിൽ നിന്ന് ആദ്യം തുടങ്ങി, നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങി, പിന്നെ നമ്മൾ ഇറങ്ങുന്ന സറൗണ്ടിങ്സിലോട്ട്. അപ്പൊ നമ്മുടെ ശക്തി ചോർന്നു പോകും, സ്വാഭാവികമായിട്ടും ശക്തി ചോർന്നു പോകും. ആ ശക്തിയുടെ ഊർജ്ജം, അതായത് സ്രോതസ് എവിടെ നിന്നാ? ഈശോയുടെ അടുത്ത് മാത്രമുള്ളത്. അപ്പൊ നമ്മൾ വീണ്ടും ഈശോയുടെ അടുത്ത് ചെന്ന് സ്വീകരിക്കുക, ഈശോയുടെ അടുത്ത് ചെന്ന് ഇരിക്കുക, വീണ്ടും ശക്തി സ്വീകരിക്കുക, വീണ്ടും ഇറങ്ങിയേ പറ്റുള്ളൂ. ഈ ഒരു കാലഘട്ടത്തിൽ ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് നേടണം. കാരണം അതുപോലത്തെ ഒരു കാലഘട്ടമാണല്ലോ ഇത്. ഈശോ ഒത്തിരി ആത്മാക്കൾക്ക് കൃപകൾ കൊടുത്തിട്ടുണ്ട്. അത് ഒത്തിരി ആത്മാക്കൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാ അതിലും വലിയൊരു സങ്കടം. പക്ഷെ
ഞാൻ പറഞ്ഞ ഈശോയുടെ ആ കൃപ അത് തിരിച്ചറിയാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ അടുത്ത് ചെന്നിരുന്ന് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി ഓടി തുടങ്ങണം. അത് നമ്മൾ ചോദിച്ച് വാങ്ങിയാൽ അത് നമുക്ക് കിട്ടുള്ളൂ. യെസ്. ഈ അവസ്ഥ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ അവസാനിപ്പിക്കുന്ന സമയത്ത് എന്നാ അൽഫോൻസയ്ക്ക് എന്താണ് ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് അവസാനമായിട്ട് അൽഫോൻസയ്ക്ക് പറയാനുള്ള കാര്യം കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട്? ഈശോയ്ക്ക് വിട്ടുകൊടുക്കണം, പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. നമ്മുടെ ഒരവസ്ഥയോ നമ്മുടെ ഒരു ബലഹീനതയോ നമ്മളെ ഒന്നും കർത്താവിന് അതൊന്നും ഒരു വിഷയമല്ല. അതായത് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അഗസ്തീനോ സുന്യാളിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അഗസ്തീനോ സുന്യാളം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ അനുവാദം വേണ്ടായിരുന്നു ഈശോയ്ക്ക് നമ്മളെ സൃഷ്ടിക്കാനായിട്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് കർത്താവിന് നമ്മുടെ അനുവാദം കൂടിയേ തീരുള്ളൂ. അതുകൊണ്ട് ഈശോ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നന്മയും തിന്മയും ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ അപ്പൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ആ സ്വാതന്ത്ര്യം നിങ്ങൾ റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ അവിടെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കണം. ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളല്ലാതെ പിന്നെ ആരാ ഓടാനായിട്ടുള്ളേ? ഈശോയ്ക്ക് നമ്മളെ ഉള്ളൂ, ഈശോയ്ക്ക് നമ്മളെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഓടിത്തുടങ്ങണം. എന്ന് വെച്ചാൽ ശരിക്കും ഇനി ഒരു കാലഘട്ടത്തിൽ വേണ്ടത് എന്നാണെന്നറിയോ? ശരിക്കും വേണ്ടത് ആത്മാക്കളെ നേടാനായിട്ടും അതായത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ടാണ്. അതായത് അത് അനുഭവിക്കാതെ ഇപ്പം ചുമ്മാ നിങ്ങൾ അനുഭവിക്കാത്ത ആർക്ക് ഇത് കേൾക്കുമ്പോൾ ചുമ്മാ തമാശയായിട്ട് തോന്നും, ഇതന്നെ ഈ കൊച്ചു പറയുന്നതെന്ന് ഓർത്ത്. പക്ഷെ അങ്ങനെയല്ല. ഈശോ നമുക്ക് എല്ലാവർക്കും കൃപകൾ തന്നിട്ടുണ്ട്. ഈശോയെ ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഈശോയെ കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ടവൻ തന്നെയാണ്. അവനായിരിക്കുന്ന പരിസരങ്ങളിൽ, അവനായിരിക്കുന്ന ഇടങ്ങളില്, അവനായിരിക്കുന്ന ജോലി സ്ഥലങ്ങളില്, എവിടെയാണെങ്കിലും. അപ്പം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഓടിത്തുടങ്ങാം. കാരണം ഈശോയ്ക്ക് നമ്മളല്ലാതെ വേറെ ആരും ഇല്ല. നമ്മളെ ഉള്ളൂ ഈശോയ്ക്ക്, നമ്മളെ ഉള്ളൂ നമ്മുടെ ഈശോയെ ആശ്വസിപ്പിക്കാൻ, നമ്മളെ ഉള്ളൂ നമ്മുടെ ഈശോയ്ക്ക് സ്നേഹിക്കാൻ, നമ്മളെ ഉള്ളൂ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഓടാനായിട്ട്, ആത്മാക്കളെ നേടാനായിട്ട്. അതിന് നമ്മളെ ഉള്ളൂ. അപ്പൊ നമ്മളായിരിക്കുന്ന അവസ്ഥകളൊക്കെ സമർപ്പിച്ച് ആത്മാക്കളെ നേടാനും പ്രാർത്ഥിക്കാനും. അതിനെക്കാട്ടിലുപരി ഇതെല്ലാം ചെയ്യണമെങ്കിലുണ്ടല്ലോ, നമുക്ക് ഈശോയുടെ സ്നേഹം അനുഭവിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അനുഭവിക്കാൻ വേണ്ടി ഹൃദയം തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഈശോയോട് പ്രാർത്ഥിക്കണം. ഏതെങ്കിലും ഇപ്പം ഈശോയുടെ സ്നേഹം എല്ലാ മനുഷ്യർക്കും അനുഭവിക്കാൻ പറ്റും. അത് ഈ ഭൂമിയിലുണ്ടായ കുഞ്ഞിനോട്ട് നമ്മൾ ഈശോയോട് ചോദിക്കണം, ഈശോയുടെ സ്നേഹം അനുഭവിക്കാനായിട്ടുള്ളൊരു വഴി തുറക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയം തുറക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം ഈശോയുടെ സ്നേഹം ഉറപ്പായിട്ട് നിറച്ചിരും. അത് നമ്മളായിരിക്കുന്ന അവസ്ഥകളൊന്നും ഈശോയ്ക്ക് ഒരു പ്രശ്നമല്ല. ഈശോയുടെ അടുത്തോട്ടിരിക്കുക, ഈശോയുടെ അടുത്ത് ചെന്നിരിക്കുക, ഈശോയ്ക്ക് സമയം കൊടുക്കുക. അതായത് നമ്മൾ ബാക്കി എല്ലാവർക്കും സമയം കൊടുക്കുന്നുണ്ടല്ലോ, നമ്മുടെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും. ഈശോയ്ക്ക് സമയം കൊടുക്കുന്നേ, ഈശോയുടെ അടുത്ത് ചെന്നിരിക്കുക, ഈശോയോട് ചോദിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ ആഗ്രഹമല്ലേ എപ്പോഴും ഈശോയോട് പറയുന്നത്, ഈശോയോട് ചോദിക്കുക, ഈശോയ്ക്ക് എന്നെ കുറിച്ചുള്ള ആഗ്രഹം എന്നാന്ന് ചോദിച്ചു തുടങ്ങുക. അപ്പൊ ഈശോ പറഞ്ഞുതരും.